ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വർക്ക്ഷീറ്റിൻ്റെ ലിങ്ക് അല്ലേ, പക്ഷേ ഞാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട് ഓരോ വീഡിയോൻ്റെ താഴെ ലിങ്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് നമ്മളിവിടെ ഒരു അടിപൊളി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയണ്ടേ, നമുക്ക് നോക്കാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മന്ത്ലി സെയിൽസിൻ്റെ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മന്ത്ലി സെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ എത്രയാണോ വേണ്ടത് അത് ലാസ്റ്റ് ചെയ്താലും മതി. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. മെർജ് ആൻഡ് സെൻറ്റർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് എല്ലാ സെൽസും മെർജ് ചെയ്ത് നമ്മുടെ ടൈറ്റിൽ സെൻറ്ററിലേക്ക് വരും. നമ്മുടെ മന്ത്ലി സെയിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ബോൾഡ് ആക്കാം. നിങ്ങൾക്ക് ഫിൽ കളർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ യൂസ് ചെയ്യാം. ഫ്രൂട്ട്സിൻ്റെ മന്ത്ലി സെയിൽസ് ആണ് ഞാനിവിടെ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ടൈപ്പ് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് മന്ത് ആണ് അല്ലേ. മന്ത്ലി സെയിൽസ് ആകുമ്പോൾ നമ്മൾ മന്ത് ആണ് ടൈപ്പ് ചെയ്ത് വെക്കേണ്ടത്. ദെൻ ഫെബ്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നമ്മളിത് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സംഭവം ഉണ്ട് അല്ലേ. അത് കണ്ടിട്ടില്ലാത്തവർ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ജനുവരി ഫെബ്രുവരി ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെയുള്ള ഒരു പ്ലസ് സൈൻ വരുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വരെ, ഓഗസ്റ്റ് വരെയുള്ള സെയിൽസ് ആണെങ്കിൽ അതുവരെ, അല്ല നിങ്ങൾക്ക് ഡിസംബർ വരെ വേണമെന്നുണ്ടെങ്കിൽ ഡിസംബർ വരെ ഇങ്ങനെ പോയാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഓഗസ്റ്റ് വരെയുള്ള സെയിൽസ് ആണ് വെക്കാൻ പോകുന്നത്. ദെൻ ലീവ് ചെയ്യുക. കണ്ടല്ലോ, അപ്പോൾ ഡ്രാഗ് ചെയ്യുക, ദെൻ ലീവ് ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാണ്ട് ആ ഡാറ്റ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം, ഈ സെൽസിലൊക്കെ നമ്പേഴ്സ് വേണം അല്ലേ. ഇതാണ് നിങ്ങൾക്കൊക്കെ മടിയുള്ള കാര്യം. നമുക്കൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അടിപൊളി ഫംഗ്ഷൻ പരിചയപ്പെടുത്താം. നമ്മൾ ജസ്റ്റ് നമ്മുടെ സെൽസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈക്വൽ ടു, പിന്നെ ഫസ്റ്റ് സെല്ലിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈക്വൽ ടു അടിക്കുക. ദെൻ RandBetween എന്നുള്ളൊരു ഫംഗ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. വരുന്നുണ്ട്, കണ്ടല്ലോ. അതൊന്ന് ടാപ്പ് കീ യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 ആർഗ്യുമെൻ്റ് ആണ് ഇതിനുള്ളത്. അതായത് ബോട്ടവും ടോപ്പും. അതായത് നമുക്ക് ഏത് റേഞ്ചിലുള്ള വാല്യൂസ് ആണ് ഇതിന് വേണ്ടത് ആ വാല്യൂസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ്, ഞാനിവിടെ ഒരു 300നും അതുപോലെ തന്നെ കോമിഡ 300, 900നും ഇടയിലുള്ള വാല്യൂസ് ആണ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ 900 എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യാൻ വരട്ടെ. നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് വെച്ചിട്ട് വേണം എൻ്റർ കീ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ട, എല്ലാ സെൽസിലേക്കും നമുക്ക് വാല്യൂസ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് വാല്യൂസ് ഒക്കെ കിട്ടി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടോ, ഫോർമുല ബാറിൽ നമുക്ക് ഫോർമുല കാണാം. ഓക്കെ, ഏത് സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല കാണാം. അപ്പോൾ ഇതില്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വെറും വാല്യൂസ് മതി അല്ലേ. നമ്മൾ സാധാരണ ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വാല്യൂസ് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ തന്നെയും ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർമുല കാണാം എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഈച്ച് ടൈം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം എന്താണ്, കോപ്പി, കൺട്രോൾ-C പ്രസ് ചെയ്യുക. ഓക്കെ, കൺട്രോൾ-C പ്രസ് ചെയ്യുക. ദെൻ പേസ്റ്റിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് വാല്യൂസ് എന്നുള്ള ഈ സംഭവം എടുക്കുക. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് പേസ്റ്റ് ആസ് വാല്യൂസ് ആണ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പം നമുക്ക് ഇവിടെ വാല്യൂസ് മാത്രമേ ഉള്ളൂ. നമ്മളെ ഡാറ്റ മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വാല്യൂസ് ഇവിടെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് മാറില്ല. ഇപ്പോൾ ആ റേഞ്ചിനുള്ള വാല്യൂസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ ഡോട്ടഡ് ലൈൻ മാറ്റാൻ വേണ്ടി കൺട്രോൾ-D പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഏത് സെല്ല് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫോർമുല ഉണ്ടാവില്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വാല്യൂസ് വേണോ അത്രയും നിങ്ങൾക്ക് ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. ഇടയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതായത് കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഇന്റർവ്യൂ സീരീസിൽ. വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട് ഈസ് ഗുഡ് ഫോർ സിംഗിൾ സീരീസ് ഓഫ് ഡാറ്റ? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. സിംഗിൾ സീരീസ് ഓഫ് ഡാറ്റയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതായിരിക്കാം എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. എനിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് കോളം ചാർട്ടിന് 42%ഉം ലൈൻ ചാർട്ടിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള 54% ആണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പൈ ചാർട്ടാണ്. അതിന് വെറും 4% ആണ് നമുക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത്. ഓർക്കുക, പൈ ചാർട്ടാണ് സിംഗിൾ സീരീസ് ഓഫ് ഡാറ്റയ്ക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.